ബെറ്റ് വെച്ചോളൂ, നിങ്ങൾ 1 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ സ്കിന്നിൻ്റെ ഷെയ്ഡ് കൂട്ടിയെടുക്കാം. കുറച്ചൊക്കെ നിങ്ങൾക്ക് വെളുപ്പിക്കാൻ ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കും. നമുക്ക് 2 ഡേറ്റ്സ് വേണം. ഡേറ്റ്സ് കുരുവൊക്കെ കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. ഡേറ്റ്സ് അതായത് ഈന്തപ്പഴം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ്. അയൺ കൂടുതൽ അടങ്ങിയേക്കുന്നുണ്ട് നമ്മുടെ ഡേറ്റ്സിനകത്ത്. നമ്മുടെ സ്കിന്നിന് തിളക്കം വെപ്പിക്കാനും ഒക്കെ ഡേറ്റ്സിൽ നിന്ന് സാധിക്കും. കൂടുതലും ഉണ്ട്. നമുക്കത് ഗൂഗിൾ സെർച്ച് ചെയ്യുമെങ്കിൽ കൂടുതലായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി അറിയാനായിട്ട് ഡേറ്റ്സിനെ കുറിച്ച് സാധിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് നോർമൽ ആയിട്ടുള്ള ഓട്സ് ആണ് വേണ്ടത്. അത് 1 ടേബിൾ സ്പൂൺ ആണ് നമ്മൾ ചേർക്കേണ്ടത്. ഓട്സ് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ചിയ സീഡാണ് ചേർക്കുന്നത്. അത് 1 ടേബിൾ സ്പൂൺ ആണ് ചിയ സീഡ് ചേർക്കേണ്ടത്. ചിയ സീഡും ഒക്കെ നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കം വെപ്പിക്കാൻ സഹായിക്കുന്നതാണ്. നിങ്ങൾക്കിപ്പം ഈത്തപ്പഴം ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഡേറ്റ്സ് 1 മിനിറ്റെങ്കിലും കുതിരാനായിട്ട് നിങ്ങൾക്ക് വെക്കാം കേട്ടോ. നമ്മളിപ്പോൾ എടുത്ത പാലിനകത്തേക്ക് നമ്മൾ ഡേറ്റ്സ് കുതിരാനായിട്ട് ഒരു 3-4-5 മിനിറ്റ് വെക്കുകയാണെങ്കിൽ നല്ല പോലെ അരഞ്ഞു കിട്ടും കേട്ടോ. ഞാൻ അങ്ങനെ വെക്കാത്തത് കൊണ്ടാണ് എനിക്ക് നല്ല പോലെ അരഞ്ഞു കിട്ടാത്തത്. ഇനി കുറച്ചുകൂടെ ഞാൻ ഒന്നുകൂടെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരട്ടെ. അങ്ങനെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എന്താ കൂട്ടുകാരെ ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൻ്റെ ഡെഡ് കോശങ്ങളെയൊക്കെ മാറ്റാൻ സഹായിക്കുന്ന ഒന്നാണ് റൈസ് പൗഡർ എന്ന് പറയുന്നത്. റൈസ് പൗഡർ നമുക്ക് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂണോളമാണ് റൈസ് പൗഡർ ചേർക്കേണ്ടത്. റൈസ് പൗഡർ ചേർത്തതിന് ശേഷം ഇനി ഒന്ന് മിക്സ് ആക്കി കൊടുക്കേണ്ടതാണ്. അതിനുശേഷം അരമുറി ലെമൺ ജ്യൂസും കൂടി ചേർക്കേണ്ടതാണ്. അതിനകത്ത് 2 കുരുക്കൾ വീണിട്ടുണ്ട്, അതെടുത്ത് കളയുകയാണ് ചെയ്തത്. ഇനി ഇത് നല്ല പോലെ അങ്ങോട്ട് മിക്സ് ആക്കണം. അങ്ങനെ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ഡെയിലി നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് നിങ്ങൾക്ക് പിന്നീടും ഈ ഒരു പാക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ഞാൻ കാലുകളിലാണ് ഇട്ട് നിങ്ങളെ കാണിക്കുന്നത്. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം എന്താണ് റിസൾട്ട് എന്നുള്ളത് നമുക്ക് നോക്കിയാലോ. ഈ ഒരു പാക്ക് 3 മിനിറ്റെങ്കിലും വെക്കേണ്ടതാണ്. ഭയങ്കരമായിട്ട് പൊഴിഞ്ഞു പോകുന്നിടം വരെ നമ്മൾ സ്കിന്നിൽ വെക്കരുത്. അത് നമ്മുടെ സ്കിന്നിന് വളരെയധികം ദോഷം ഉണ്ടാകുന്നതാണ്. അങ്ങനെ ഞാൻ 3 മിനിറ്റ് വെച്ചിട്ടുണ്ട്. 3 മിനിറ്റിന് ശേഷം തുടച്ചപ്പോൾ ഉള്ള സ്കിന്നിൻ്റെ ആ ഒരു തിളക്കം കണ്ടോ. നിങ്ങളുടെ സ്കിന്ന് ഇതേപോലെ തിളക്കം വെപ്പിക്കാൻ ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കും. കൂട്ടുകാരെ ഒന്ന് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയാൻ മറക്കല്ലേ.